ഹായ് ഹലോ വിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് എല്ലാവരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും വിഷമഘട്ടങ്ങളിൽ നിൽക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങളുടെ ആ ഭൂതകാല ട്രോമയിൽ നിന്ന് പുറത്തു കടക്കാൻ ടാരറ്റ് എങ്ങനെ സഹായിക്കും എന്നാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു 9 കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, എന്തൊക്കെയാണ് കാർഡ് കിട്ടിയിട്ടുള്ളത് എന്ന് വ്യക്തമായി പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കൊയ്ത്തരിവാളുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, ലില്ലിപ്പൂക്കളുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട് രണ്ടാമതായിട്ട്. മൂന്നാമത് വന്നിട്ടുള്ളത് സൂര്യനാണ്. നാലാമത് വന്നിട്ടുള്ളത് ഫിഷാണ്. അഞ്ചാമതായി വന്നിട്ടുള്ളത് ട്രീ, മരം. 6 മലയാണ് വന്നിട്ടുള്ളത്. 7 ഒരു കുട്ടിയുടെ ചിത്രമാണ് വന്നിട്ടുള്ളത്. 8 ഒരു വീടിനെയാണ് കാണിക്കുന്നത്, ഹൗസ്. ഓക്കെ, 9 ഒരു നങ്കൂരത്തിനെയാണ് ആ കാർഡ് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ക്രമത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ആ ഒരു കാർഡാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ഏറ്റവും സെൻട്രയിൽ വരുന്ന ട്രീ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ അതിൻ്റെ റീഡിങ് എടുക്കുന്നത്. ഈ കൊയ്ത്തരിവാള്, അതേപോലെ തന്നെ ലില്ലിപ്പൂക്കള്, സൺ, അത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുക സമാധാനപരമായിട്ടുള്ളൊരു കാലഘട്ടത്തിനെ ഈ കൊയ്ത്തരിവാള് കൊണ്ട് മുറിച്ചു മാറ്റിയ പോലെ ഒരു ആഘാതം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, വളരെ സമാധാനപരമായിട്ട് പോയിരുന്ന ഒരു കാലഘട്ടം വളരെ പെട്ടെന്ന് ഒരു അരിവാൾ കൊണ്ട് മുറിക്കുന്ന പോലെ നിങ്ങൾ ആ ഒരു മുറിവിൽ, ആ ഒരു തകർച്ചയ്ക്ക് തൊട്ട് പിന്നാലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് സൺ കാർഡാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അതിനുശേഷം ഈ സൂര്യനെ പോലെ ഒരു വെളിച്ചം അതിലോട്ട് വരുന്നു. കാരണം ആ ഒരു മുറിവ് നിങ്ങൾ ഒരിക്കലും തകർക്കാനല്ല, മറിച്ച് പുതിയൊരു വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് എന്നാണ് കാർഡുകൾ പറയുന്നത്. സ്ട്രഗിള് പറയുന്നുണ്ട്. സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ഫിഷ്, ട്രീ, മൗണ്ടെയിൻ ഇത് വരുന്നുണ്ട്. കാരണം ആ ഒരു ആഘാതം നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ഒരു ഒഴുക്കിനെ ബാധിച്ചു എന്ന് പറയില്ലേ, അത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള വേരുകളിൽ പടർന്നു പിടിച്ചു എന്ന് പറയാം. ഒരു ട്രീ വന്നിട്ടുണ്ട്. അവസാനം അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വലിയൊരു മലയായി മാറി എന്ന് പറയില്ലേ. നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഒരു ബ്ലോക്ക് അത് കാലങ്ങളായി നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളർന്നു വന്നതാണ്. ഓക്കെ, അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ ചൈൽഡ്, ഹൗസ്, നങ്കൂരം ഇതാണ് വരുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കയായ കുട്ടിയെ വീണ്ടും കണ്ടെത്തുക എന്നാണ് പറയുന്നത്. സെൽഫ് ലവ് ആണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ വീടിനുള്ളിലോ കുടുംബത്തിനുള്ളിലോ നിങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു സന്തോഷം നിങ്ങളെ വല്ലാത്തൊരു സുരക്ഷിതത്വത്തിലോട്ട് നയിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ നങ്കൂരം പറയുന്നത്. കാരണം ഈ നങ്കൂരം വരുമ്പോൾ സ്ഥിരതയാണ് വരുന്നത്. അലച്ചിലുകൾ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സ്ഥിരത, അത് റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ആ കാർഡുകൾ പറയുന്നത്. കാരണം ഇതിൽ മെയിനായിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു സമാധാനം, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സമാധാനത്തിനെ മുറിച്ചു മാറ്റിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു മുറിവ്, അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഇപ്പോൾ ഒരു തടസ്സമായിട്ട് ഒരു മല പോലെ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആ ഹീലിംഗ് തുടങ്ങുന്നത് നിങ്ങളുടെ വീടിനുള്ളിൽ നിന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടിയെ നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങുന്ന ആ നിമിഷം നിങ്ങളുടെ ജീവിതം ഒട്ടും ഇളകാത്ത വിധം ഒരു നങ്കൂരം പോലെ സുരക്ഷിതമാകും എന്നാണ് ഈ കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ കരിയർ കാര്യങ്ങളിലാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലോ ഒരു പെട്ടെന്നുള്ളൊരു തകർച്ച, അത് പ്രണയത്തിലാവും കേട്ടോ. കരിയറിലാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് നിങ്ങളുടെ എന്താ പറയുക വന്നുകൊണ്ടിരുന്ന നല്ല രീതിയിലുണ്ടായിരുന്ന ആ പണത്തിൻ്റെ ഒഴുക്കിനെ ഒറ്റയടിക്ക് തടസ്സപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിപ്പോൾ വലിയൊരു മല പോലെ ഒരു സാമ്പത്തിക ബാധ്യതകളോ അല്ലെങ്കിൽ ജോലിയിലെ തടസ്സങ്ങളോ ഒക്കെ ആയിട്ട് ഇപ്പോഴും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയില്ലേ. ചിലപ്പോൾ വലിയ വലിയ പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ. ഇതിൽ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ കരിയറിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കട്ട് ഓഫ് ആവശ്യമാണ്. ആ മുറിച്ചു മാറ്റിയത് ആവശ്യമാണ് എന്ന് തന്നെ പറയാം. കാരണം പഴയ രീതിയിലുള്ള ചിന്താഗതികൾ അത് മുറിച്ചു മാറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ തുറക്കൂ എന്നാണ് കാർഡുകൾ പറയുന്നത്.
മലകൾ കടന്നാൽ മാത്രമേ നമുക്ക് കടൽ കാണാൻ കഴിയൂ എന്ന് പറയുന്ന പോലെ അടുത്ത കുറച്ച് മാസങ്ങൾ നിനക്ക് ഭയങ്കര കഠിനമായിട്ട് തോന്നുമെങ്കിലും ഈ പണസംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മറികടക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങളൊരു ഒരു ഉറച്ച സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിക്കും എന്ന് പറയുന്നുണ്ട്. ആരോഗ്യവും മനസ്സിൻ്റെ അവസ്ഥയും പറയുകയാണെങ്കിൽ എന്തോ ഒരു ട്രോമ, റിലേഷൻഷിപ്പ് ആവാം, എന്താവാം, അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ വേരുകളെ ഭയങ്കര ആഴത്തിൽ ബാധിച്ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. വിട്ടുമാറാത്ത തളർച്ച, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ എന്താ പറയുക, നട്ടെല്ല്, സന്ധികൾക്കൊക്കെ അസ്വസ്ഥതകൾ, മനസ്സിൻ്റെ ഒരു ഭാരം ഒരു വലിയ മല പോലെ നമ്മുടെ ശരീരത്തിനെയും കൂടി തളർത്തുന്ന രീതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നടക്കുള്ളൂ. ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും കൂടി തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം താഴത്തേക്ക് പോകും എന്ന് പറയില്ലേ. ഇവിടെ ലില്ലി പൂക്കളുടെ ഒരു കാർഡ് വരുന്നത് ആത്മീയമായിട്ടുള്ളൊരു ഹീലിങ്ങിനെയാണ് അത് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു ഹോർമോൺ ബാലൻസും സമാധാനവും തിരികെ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിയായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക, ചെരുപ്പില്ലാതെ മണ്ണിന് നടക്കുന്നത് നല്ലതാണ്. അതുപോലെ അത്തരം കാര്യങ്ങൾ പ്രകൃതിയായിട്ട് ചെടിക്ക് വെള്ളമൊഴിക്കുക, അല്ലെങ്കിൽ കിളികൾ, മൃഗങ്ങൾ, അങ്ങനെ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുക എന്ന് പറയില്ലേ, അത് ചെയ്യുക. അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. പ്രോപ്പറായിട്ടുള്ള ഒരു വിശ്രമം കാര്യങ്ങൾ വേണം. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ ഊർജത്തിനെ വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ പാരമ്പര്യമായിട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തയാകും അല്ലെങ്കിൽ മുക്തനാകും എന്ന് കാർഡുകൾ പറയുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇനി പ്രണയവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾ കംഫർട്ട് സോണിലായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പോ, നോ കോണ്ടാക്റ്റോ, ലെസ് കമ്മ്യൂണിക്കേഷനോ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഒഴിഞ്ഞു പോയിട്ടോ ഉണ്ടാവാം. കാരണം അത് മുറിഞ്ഞു പോയപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹിക്കാനുള്ളൊരു ഇന്നർ ചൈൽഡ് എന്ന് പറയില്ലേ, അതിനെ ഭയപ്പെടുത്തി. കാരണം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ ഇപ്പോൾ വളരെയധികം പ്രയാസകരമായിരിക്കും. കാരണം ഇതിൽ ചൈൽഡ് ഹൗസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനൊക്കെ അതിശക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്തിനാണോ വിഷമിച്ചിരിക്കുന്നത് അതിലേക്ക് പുതിയൊരു സന്തോഷം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ആ പഴയ ബന്ധത്തിലെ പുതിയൊരു തുടക്കമാവാം. കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തെറ്റുകൾ, കുറവുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വീണ്ടും ആ ഒരു ബന്ധം ഒരു ഉയർന്നു വരാനുള്ള ഒരു സാധ്യത കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ പഴയ മുറിവുകൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് അതിനെ പൂർണ്ണമായിട്ടും സെറ്റിൽ ചെയ്തിട്ട് വേണം നിങ്ങൾ പുതിയൊരു ബന്ധത്തിലോട്ട് വരാൻ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ ബന്ധത്തിലോട്ട് കടക്കാൻ. അല്ലെങ്കിൽ ഈ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. കാരണം ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോട് കൂടി തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ വീട് വൈകാരികമായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമായി മാറും എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾ ഒരു നങ്കൂരമില്ലാത്ത ഒരു കപ്പൽ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എവിടെയും ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പല തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളും വേണമെന്ന് വെച്ചിട്ട് അതിലോട്ടൊരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ ചിന്തകൾ ഉണ്ടാകാം, സ്റ്റെപ്പ് ഉണ്ടാവില്ല. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കാം ഇപ്പോൾ നിങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാരണങ്ങൾക്കും ഉറവിടമായിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാറ്റി ആ പഴയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി അതിൽ ചേഞ്ച് വരുത്തി അത്തരത്തിൽ നിങ്ങൾ പുതിയൊരാളായി മാറുമ്പോൾ നിങ്ങളിലേക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നു എന്നാണ് പറയുന്നത്. കാരണം സണ്ണും ഇതേപോലെ തന്നെ ഈ നങ്കൂരവും ഇത് വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ആ ഒരു എന്താ പറയുക ആ റിലേഷൻഷിപ്പിനൊരു സ്ഥിരത വരുന്നതോ, അല്ലെങ്കിൽ ജോലിക്കൊരു സ്ഥിരത വരുന്നതോ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടൊരു സ്ഥിരത വരുന്നതേ ആണ് ഇത് കാണിക്കുന്നത്. മനസ്സമാധാനമാവാം, അങ്ങനെ എന്തും ആവാം. നിങ്ങളിനി അലയേണ്ടതില്ല. നിങ്ങൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത്തരം ഒരു ഗ്യാപ്പിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മാറ്റിയിട്ടുണ്ടാകാം. അത്തരം കാര്യങ്ങളുണ്ടാകാം. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ എന്താ പറയുക ഒരു ഇതേപോലെ തന്നെ ഈ ഒരു നങ്കൂരത്തിൻ്റെ ചിത്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് മാനസികമായിട്ടുള്ളൊരു സുരക്ഷിതത്വം നൽകും എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ചിന്തിക്കാതെ ഭയപ്പെടാതെ ഈ സണ്ണിൻ്റെ എനർജി പോലെ തന്നെ ആ സൂര്യൻ്റെ കാലത്ത് തന്നെ ഒരു 10 മിനിറ്റൊക്കെ സൂര്യപ്രകാശം ഏൽക്കുന്നത് വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ടുള്ളൊരു ഒഴുക്ക് അതിനെ ഈ ഒരു വലിയ മല തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പണം ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അത് എവിടെ പോകുന്നു എന്നറിയാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ വലിയൊരു കടബാധ്യതയോ ആയിരിക്കാം. ഓക്കെ, അതിൽ നിന്ന് തന്നെ നിങ്ങൾ ആദ്യം മുക്തയാവുക അല്ലെങ്കിൽ മുക്തനാവുക. കാരണം ഇതൊരു സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയല്ല. ആജീവനാന്ത കാലം ഈ മല അവിടെ നിൽക്കുന്നില്ല. നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇത് കടന്നും പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫിഷ് കാർഡ് വരുന്നത് വലിയൊരു അവസരം, അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ അതിലോട്ടൊരു സാധ്യത വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്രോതസ്സിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു പണം വരുന്നത്. ചിലപ്പോൾ പണ്ട് നിങ്ങൾ കൊടുത്തു വെച്ചിരുന്ന ഒട്ടും കിട്ടില്ല, തിരിച്ച് ലഭിക്കില്ല എന്ന് വിചാരിച്ചൊരു പണമായിരിക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് ഉപകാരത്തിൽ പെടുന്നത്. അപ്പം അങ്ങനെ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കൊയ്ത്തരിവാളുടെ ഒരു ഇതുള്ളതുകൊണ്ട് ആ ഒരു മുറിവ് അത് മാറ്റാൻ നിങ്ങൾ നല്ല രീതിയിലൊരു വഴി തിരഞ്ഞെടുക്കണം. കാരണം ആ മുറിഞ്ഞു പോയോട് തന്നെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുള്ളൂ. കുറച്ച് കാലത്തേക്ക് എന്താ പറയുക, പണത്തിൻ്റെ കാര്യത്തിൽ റിസ്കുകൾ ഒഴിവാക്കുക. മല നമുക്ക് കടന്നു പോകാൻ സമയമെടുക്കും, പക്ഷെ അതുവരെ ക്ഷമയോടുകൂടി തന്നെ പണത്തിന് കൈകാര്യം ചെയ്യാനാണ് പറയുന്നത്. സാമ്പത്തിക മേഖലകളിൽ കരിയറും ബിസിനസ്സൊക്കെ പറയുമ്പോൾ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഇപ്പോൾ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രോത്തിനെ സാവധാനത്തിലാക്കി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റോ ബിസിനസ്സോ തുടങ്ങാനുള്ള ഒരു അനുവാദമോ ഒരു കടമ്പയായിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, അതിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. അതിനെ മറികടക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷെ സാധിക്കുന്നുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ജോലിയിൽ വല്ലാത്തൊരു ഭാരമായിരിക്കാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു പ്രതീതിയായിരിക്കാം നിങ്ങൾക്കുള്ളത്. പക്ഷേ ഈ കാർഡുകളിൽ വരുമ്പോൾ ആങ്കർ കാർഡ് വന്നിട്ടുണ്ട്, നങ്കൂരം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവസാനമായിട്ട് വരുന്നത് ഒരു അതിശക്തമായിട്ടുള്ളൊരു ഫലമാണ്. എത്ര പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ സ്ഥാനം സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലം കാണാൻ കുറച്ച് സമയമെടുക്കും. ആഴത്തിൽ ആ വേരുകൾ പോകുന്ന പോലെ ആ ട്രീയുടെ ഇതുപോലെ തന്നെ സമയമെടുക്കുമെങ്കിലും അവസാനം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ ആ ഒരു ആഗ്രഹിച്ച പദവിയിൽ അത് നങ്കൂരം ഇടും എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതായിരിക്കും. പെട്ടെന്ന് തുടങ്ങി പോകുന്നതല്ല, വളരെ കാലം നിലനിൽക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കലും മെൻ്റലൊക്കെ ആയിട്ടുള്ള ഒരു ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ആ ഒരു ട്രോമ, ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു ട്രോമ നിങ്ങളുടെ ശരീരത്തിൽ എന്താ പറയുക അതിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വിട്ടുമാറാത്ത വേദനകളോ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനെ സൂചിപ്പിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തിരികെ വരുന്നു എന്നാണ് ഈ പൂക്കളുടെ കാർഡ് പറയുന്നത്. അമിതമായിട്ടുള്ള ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഉത്കണ്ഠ, ഭൂതകാലത്തിനെ പറ്റിയുള്ള ചിന്തകൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പം അത്തരത്തിൽ ഈ ഓവർ തിങ്ക് ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്തെന്ന് വെച്ചിട്ട് അവിടെ കാര്യങ്ങൾ മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. തിങ്ക് ചെയ്യാതിരുന്നാലും കാര്യങ്ങൾ മാറാം. സംഭവിക്കാനുള്ളത് സംഭവിക്കാം. അപ്പം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണ് അവളുടെ. നെക്സ്റ്റ് എന്ത് വന്നാലും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്ക് ഇതും കടന്നു പോകണം, എനിക്ക് അവിടേക്ക് ആ പുഴയിലേക്ക് എത്തണം എന്ന് പറയുന്ന പോലെ തന്നെ ആ മല കടന്നു പോകണം എന്നൊരു എനർജിയോട് കൂടി തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അതിനാണ് മെയിനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ തന്നെ തളർന്നു പോയാൽ എപ്പോഴും തളർന്നുകൊണ്ടേയിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ ഏൽക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. സൺകാർഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മധ്യഭാഗത്തും അവസാനത്തേക്കായിട്ട് വരുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു രോഗശാന്തിനെയാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഹീലാവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലവ്, റിലേഷൻഷിപ്പ്, എക്സ്ട്രാ മാരിറ്റൽ അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു ബന്ധം ഒരു കൊയ്ത്തരിവാൾ പോലെ പെട്ടെന്ന് അവസാനിച്ചതാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അത് നിങ്ങൾ വളരെയധികം തളർത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഒരു പുതിയ തുടക്കത്തിന് തന്നെയാണ് ഈ ചൈൽഡ് കാർഡ് കാണിക്കുന്നത്. കാരണം നിലവിലെ ബന്ധത്തിലെ പിണക്കങ്ങളൊക്കെ മാറിയിട്ട് ഒരു സന്തോഷം വരുന്നതാകാം. നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ പഴയ ആ മുറിവുകൾ, പഴയ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ ഈ ഒരു പങ്കാളിയെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകാം. പിന്നെ എന്താ പറയുക, ഹൗസ് കാർഡ് വരുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി തന്നെ പുതിയ ജീവിതത്തിനെ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട് സ്നേഹം നിറഞ്ഞൊരിടമായിട്ട് മാറും. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് ഒരു കുട്ടിക്കായിട്ടുള്ള ഒരു ആഗ്രഹം സഫലമാകാനുള്ള സാധ്യതകളെ കാര്യങ്ങളെ കാർഡ് പറയുന്നുണ്ട്. സാമൂഹ്യ ജീവിതവും ശത്രുക്കളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു പോക്കിനെ തടയാൻ നോക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചുറ്റിനുണ്ട്. ഈ പറഞ്ഞ മല പോലെ അവർ നിങ്ങളുടെ വിജയത്തിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അച്ഛനോ അമ്മയോ ആരോ എന്തും ആവാം, ഫ്രണ്ട്സോ ആര് വേണമെങ്കിലും ആവാം.
നിങ്ങളുടെ ഒരു വളർച്ചയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ളതോ കരിയർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു വളർച്ചയിൽ അസൂയപ്പെടുന്ന വ്യക്തികളുണ്ടാകാം. കാരണം ഇതിലെ പോസിറ്റീവ് കാർഡ് പറയുന്നത് അവർക്കൊന്നും നിങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഒരു മൂല്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ സുരക്ഷിതയായിരിക്കും അല്ലെങ്കിൽ സുരക്ഷിതനായിരിക്കും എന്നാണ് കാർഡുകൾ പറയുന്നത്. പിന്നെ നിങ്ങളുടെ എന്തൊരു കാര്യങ്ങളും മറ്റുള്ളവരോട് വെളിപ്പെടുത്താതിരിക്കുക, രഹസ്യമായിട്ട് നീങ്ങുന്നതായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറയുമ്പോൾ എല്ലാ കാർഡുകളും കൂടി ഒരുമിച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊയ്ത്തരിവാൾ കൊണ്ട് മുറിച്ചു മാറ്റിയ പോലെ തുടങ്ങിയ യാത്ര സൂര്യപ്രകാശം കണ്ട് ഒരു മലയും താണ്ടി ഒരു സുരക്ഷിതമായ തീരത്ത് നങ്കൂരമിട്ട് കൊണ്ട് അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാം പോസിറ്റീവാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതാണ്. ഭൂതകാലം, കഴിഞ്ഞ കാലം അത് മുറിച്ചു മാറ്റേണ്ടതാണ്. അത് തിരിച്ചു കിട്ടില്ല. ഓക്കെ, മലകൾ കടന്നു പോകാൻ അല്പം കൂടി നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. നമ്മൾ എന്തായാലും കടന്നു പോയേ പറ്റൂ. ബാക്കിയല്ല, നിങ്ങളുടെ ഒരു കുടുംബമാണെങ്കിലും ഒരു ഭാവിയാണെങ്കിലും ലവ് ആണെങ്കിലും പ്രണയമാണെങ്കിലും എല്ലാം അതീവ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. കാരണം ആ ഒരു മുറിവിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഇതിനോടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ പഠിക്കുന്നത് അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ മാറ്റങ്ങളൊക്കെ വരിക കേട്ടോ. അല്ലാതെ അവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ മോട്ടിവേഷൻ പോലെയൊക്കെ പറയുകയാണെങ്കിൽ ഈ കാർഡുകളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു വലിയ യുദ്ധം ജയിച്ചു വരുന്ന ഒരു പോരാളിയുടെ കഥ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആഴത്തിലുള്ള മുറിവുകളിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്കുള്ള ഒരു യാത്ര എന്നൊക്കെ പറയില്ലേ, ആ യാത്ര നമുക്കൊന്നുകൂടി എളുപ്പമാക്കാനുള്ള കുറച്ച് പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങൾ ഞാൻ പറയാം. കാരണം നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാം. കാരണം അതിജീവനം, നിങ്ങൾ കടന്നു പോകുന്ന ആ മലകൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മരത്തിൻ്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് കാട്ടി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഒരു കരുത്ത് ആ പ്രതിസന്ധികൾ തന്നതായിരിക്കാം. മനസ്സിലായോ? ആ ഒരു മല നിങ്ങൾ തകർക്കാനല്ല, മറിച്ച് അതിൻ്റെ ഒരു ആഴം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ ഉദയത്തിന് പറയുന്നുണ്ട്, സൺകാർഡാണ് വരുന്നത്. ഇരുട്ട് എത്ര കടുപ്പ് കയറിയതാണെങ്കിലും സൂര്യൻ ഒരിക്കലും ഉദിക്കാതിരിക്കില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ഒരു സമയം കടന്നുപോയി കഴിഞ്ഞു. അത് ഇനി വരാനിരിക്കുന്നത് നമുക്ക് എന്താ പറയാ, വ്യക്തത, പ്രകാശം, ഇത്തരത്തിലുള്ള ഒരു കാലമാണ് എന്ന് പറയില്ലേ, ഒരു സൺകാർഡ് പോലെയാണ്. അവസാനം പറയുന്ന അങ്കൂരാണ്. നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന അലച്ചിലുകൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ, ഇതിനെല്ലാത്തിനും ഒരു അന്ത്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങളൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു തീരത്തെത്താറായിരിക്കുന്നു. അതൊരു ജോലിയാണെങ്കിലും ബന്ധമാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും എന്താണെങ്കിലും പതറാതെ മുന്നോട്ട് പോകാനാണ് കാർഡുകൾ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കിടക്കുന്നുണ്ടാവും. അതിനെ പോസിറ്റീവായിട്ട് മാറ്റണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ലാത്ത പഴയ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ ഓർമ്മകൾ എന്നിവ മനഃപൂർവ്വം ഒഴിവാക്കാനാണ് കാർഡ് പറയുന്നത്. പിന്നെ ഫിഷിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഒഴുകുന്ന വെള്ളത്തിൽ, അതിപ്പോൾ നമ്മൾ എന്താ പറയുക, പുഴയിലോ കടലിലോ ഈ കാൽപാദങ്ങളൊക്കെ വെച്ച് കുറച്ച് നേരം ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജീനെ ഒഴുക്കി കളയാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദിവസവും രാവിലെ ഉദയസൂര്യൻ്റെ പ്രകാശം ഏൽക്കുന്നത്, ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ്, ഓക്കെ, ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങളുടെ സണ്ണിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ട്രീ കാർഡ് സൂചിപ്പിക്കുന്നത് പോലെ ഗ്രൗണ്ടിങ് ആണ് പറയുന്നത്. ദിവസവും അല്പനേരം എന്താ പറയുക, ചെരുപ്പൊന്നുമില്ലാതെ നഗ്നപാതനായി എന്താ പറയുക പുല്ലിലോ മണ്ണിലോ ഒക്കെ നടക്കുക. ഇത് നിങ്ങളുടെ ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളെ കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ വീടിൻ്റെ ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് വീടിനുള്ളിലെ നമ്മുടെ ഈ കല്ലുപ്പ് കലർത്തിയ വെള്ളമല്ലേ, അത് ഉപയോഗിച്ച് തറ തുടയ്ക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജം മാറാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള ജനലുകൾ തുറന്നിടുന്നത് നല്ലതാണ്. സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ നങ്കൂരത്തിൻ്റെ രൂപമോ അല്ലെങ്കിൽ ഒരു ചിത്രമോ ചെറുത്, അത് കട്ട് ചെയ്ത് വെച്ചാലും മതി, നിങ്ങളുടെ പേഴ്സിലോ ജോലി ചെയ്യുന്നൊരു മേശയിലോ സൂക്ഷിക്കാം. അത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വല്ലാത്തൊരു ഉറപ്പും സുരക്ഷിതത്വം നൽകുമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലൊരു ആ ഇന്നർ ചൈൽഡ്, ആ കുട്ടിയെ ഉണർത്താൻ വേണ്ടി പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് നിങ്ങൾ ഏറ്റവും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന എന്ന സാഹചര്യം കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമോ, വരയ്ക്കുന്നതോ പാടുന്നതോ അല്ലെങ്കിൽ കളിക്കുന്നതോ എന്തും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാം.
അങ്ങനെ അത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹീലിംഗ് പ്രക്രിയ വേഗത്തിലാകും എന്ന് പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഭൂതകാലം നിങ്ങളെ മുറിപ്പെടുത്തിയത് നിങ്ങൾ ഇല്ലാതാക്കാനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ്, അല്ലെങ്കിൽ ശക്തിയാക്കാനാണ്. എന്താ പറയുക, മലകൾക്ക് മുന്നിൽ നമ്മൾ പതറാതെ നിൽക്കുമ്പോൾ, കാരണം നമ്മളുടെ നങ്കൂരം ഉറച്ചു കഴിഞ്ഞു, സൂര്യപ്രകാശം നമ്മുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുക, ഏറ്റവും മികച്ചത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഇത് ആഴത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവ് നടത്തുന്ന ഒരു പരിണാമം എന്നൊക്കെ പറയാം. കാരണം ജീവിതത്തിലെ വിശുദ്ധമായ പലതിനെയും കൊയ്ത്തരിവാള് മുറിച്ചു മാറ്റിയിട്ടുണ്ടാകാം. അത് നഷ്ടമല്ല എന്ന് പറയുന്ന പോലെ ഒരു സ്പിരിച്വൽ ഒരു ഹീലിംഗ് ആകാം. ഒരു ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉണങ്ങിയ ചില്ലകൾ നമ്മൾ വെട്ടിമാറ്റുന്ന പോലെ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് തടസ്സമായി നിന്ന പഴയ കർമ്മബന്ധങ്ങളെ യൂണിവേഴ്സ് മുറിച്ചു മാറ്റിയിട്ടുണ്ടാകാം. സൂര്യനും മത്സ്യമൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു ബോധ മനസ്സിൻ്റെ ഉണർവിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉൾക്കാഴ്ചകള്, ഇൻഡ്യൂഷൻ ഇപ്പോൾ വളരെയധികം ശക്തമായിരിക്കും. പണത്തിനേക്കാൾ ഉപരിയായി പ്രപഞ്ചത്തിൻ്റെ എന്താ പറയുക സമൃദ്ധി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അബുണ്ടൻസ് ആണ് വരുന്നത് കേട്ടോ. ട്രീയും മൗണ്ടൈനൊക്കെ വരുമ്പോൾ ഇതേപോലെ തന്നെ ഈ രണ്ട് കാർഡുകളും പ്രകൃതിയുടെ ഒരു ശക്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേവലം ഈ ഒരു ജന്മത്തിൻ്റെതല്ല, മറിച്ച് പൂർവികരിൽ നിന്ന് കൈമാറി വന്ന ചില തടസ്സങ്ങളാകാം. ആ തടസ്സങ്ങളെ ഭേദിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങളുടെ കുടുംബ വേരുകളിൽ തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പിന്നെ മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നൊരു ഭയം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടാകാം. ഇത് നിങ്ങളെ എപ്പോഴും എന്താ പറയുക ഒരു ജാഗരൂകനാക്കി നിർത്തുക എന്ന് പറയില്ലേ, നമ്മൾ അതുകൊണ്ട് എപ്പോഴും അതിൽ, കാരണം നമ്മുടെ കഴിഞ്ഞുപോയ അനുഭവങ്ങൾ അങ്ങനെയായിരിക്കാം. നിങ്ങളുടെ സുരക്ഷിതത്വം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെയാണ് സമാധാനിപ്പിക്കേണ്ടത്. കാരണം അത് ഈ വീട് എന്ന് പറയുന്നത് വേറൊരു കെട്ടിടമല്ല, അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രതീകമാണ്. വീട് വൃത്തിയാക്കുന്നതും ഭംഗിയാക്കുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിനെ ക്രമീകരിക്കാൻ സാധിക്കും എന്നാണ് കാർഡുകൾ പറയുന്നത്. മുന്നിലുള്ള മലയെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു തടസ്സമായി കാണാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഒരു മറയായി കാണുക. ആ മലയുടെ ചുവട്ടിലാണ് നിങ്ങൾ നങ്കൂരിടുന്നത്. അതായത് പ്രതിസന്ധികളെയൊക്കെ നിങ്ങൾ എന്താ പറയുക ഒരു നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പോകുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതിനെ ഓവർകം ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു. കൊയ്ത്തരിവാള് പറയുമ്പോൾ വേദനിപ്പിക്കുന്നവയെ ദയയില്ലാതെ മുറിച്ചു മാറ്റുക എന്നാണ് പറയുന്നത്. ലില്ലിപ്പൂക്കൾ പറയുമ്പോൾ നിങ്ങളുടെ പ്രായത്തിനേക്കാൾ വലിയ പക്വത നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. സൺകാർഡ് പറയുന്നത് വിജയം നിങ്ങളുടെ അവകാശമാണ്, ആർക്കും നിങ്ങളെ തടയാനാവില്ല എന്നാണ്. ഫിഷിന്റെ കാർഡ് പറയുന്നത് അവസരങ്ങൾ ഒരു കടൽ പോലെ നിങ്ങളുടെ മുമ്പിലുണ്ടെന്നാണ് പറയുന്നത്. ട്രീ പറയുന്നത് ക്ഷമയോടെ കാത്തിരിക്കൂ, വളർച്ച സാവധാനമേ സംഭവിക്കൂ എന്നാണ്. കാരണം ഇന്ന് നമ്മളൊരു ട്രീ ഒരു മരം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങില്ല, പതിയാണ് ഇറങ്ങുന്നത്. അപ്പൊ അതിനൊരു സമയം ആവശ്യമാണ്. ഓക്കെ, ഈ മല കാണിക്കുന്നുണ്ട്. ഈ തടസ്സമാണ് നിങ്ങളുടെ ഒരു സഹനശക്തിയെ അളക്കുന്നത് എന്ന് പറയാം. ചൈൽഡ് ആ കാർഡ് പറയുന്നത് എല്ലാം പുതിയതായിട്ട് തുടങ്ങാൻ ഇനിയും വൈകിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിലാണ് വരേണ്ടത്. ഹൗസ് വരുന്നുണ്ട്, കാരണം നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് പറയുന്നത്. നങ്കൂരം വരുന്നുണ്ട്, തെരച്ചിലുകൾ അവസാനിച്ചു, നിങ്ങൾ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ പഴയ മുറിവുകളൊക്കെ പുതിയൊരു വെളിച്ചത്തിലേക്ക് നയിക്കാനാണ്. കാരണം നിങ്ങൾ ആ വേരുകളിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്, പ്രകാശപൂർണമാണ്. ഞാനിപ്പോൾ സമാധാനത്തിലാണ് എന്ന് മനസ്സിൽ ആവർത്തിച്ച് പറയാം. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. അല്ലാതെ അയ്യോ എനിക്ക് ഞാനെപ്പോഴും ഇങ്ങനെയാണ്, അയ്യോ എനിക്ക് ഈ അവസ്ഥകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ പിന്നെയും ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ട് ചെയ്യാം. എന്തൊരു ഭൂതകാല പ്രശ്നങ്ങളാണെങ്കിലും അതിനോട് വിട പറയാം. ഓക്കെ, അത് വേദന ഉണ്ടാക്കാം ഒരുപക്ഷെ, പക്ഷേ സമാധാനത്തിലേക്കുള്ള ഏക വഴി അതാണ്. എന്താണോ അതിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നം അതിനെ മാറ്റുക എന്നാണ് പറയുന്നത്. ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കരയണം എന്നുണ്ടെങ്കിൽ കരയാം, ഒരുപാട് കരയാം. ചിരിക്കണം എന്നാണ് തോന്നുന്നെങ്കിൽ ചിരിക്കാം, മതിയാവുന്നവർ ചിരിക്കാം. നിങ്ങളുടെ വികാരങ്ങളുടെ ഒഴുക്കാണ് ആക്ച്വലി നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുന്നത്. കാരണം നമ്മൾ ഈ ട്രോമ കാര്യങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ലോകം സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവും.
ഈ ട്രീ പറയുന്നത് നിങ്ങൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കണമെന്നാണ്. കാരണം മുന്നിലുള്ള തടസ്സങ്ങൾ അത് എന്തും ആയിക്കോട്ടെ തകർക്കാനല്ല, കൂടുതൽ കരുത്തരാക്കാനാണ്. ഈ ചെടികൾ നടുന്നത് നല്ലതാണ്, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ദിവസവും മണ്ണിൽ തൊടുന്നത് നല്ലതാണ്, നമ്മൾ താഴെ തൊട്ട് നമസ്കരിക്കുന്നത് നല്ലതാണ്. പ്രകൃതിയായിട്ടുള്ള ഒരു സമ്പർക്കം നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള മുറിവുകളെ ഉണക്കും എന്നാണ് പറയുന്നത്. കാരണം ഒരു ഹീലിങ്ങിന്റെ അവസാന ഘട്ടമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ നിഷ്കളങ്കമായ കുട്ടീനെ തിരികെ കൊണ്ടുവരിക എന്നതാണ് നിങ്ങളുടെ ഒരു കാര്യം. ഭയമില്ലാതെ സ്നേഹിക്കാനും ചിരിക്കാനും ആ കുട്ടിക്ക് കഴിയും. ഹൗസ് നിങ്ങളുടെ മനസ്സിനെയാണെന്ന് പറഞ്ഞു. ആ മനസ്സാകുന്ന നിങ്ങളുടെ വീട് ഇപ്പോൾ പൂർണ്ണമായിട്ടും സുരക്ഷിതമാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്തു തുടങ്ങുക. വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന സംഗീതമോ സുഗന്ധമോ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക. ഈ റീഡിങ് അവസാനിക്കുമ്പോൾ ഇത് നങ്കൂരത്തിനാണ് പറയുന്നത്. ഇത് ഹീലിങ്ങിന്റെ ഒരു പൂർണ്ണതയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സ് ശാന്തമാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസവും 2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അതൊരു യാത്രയാണ്. കാരണം നിങ്ങളുടെ സമാധാനത്തിനെ മുറിച്ചു മാറ്റിയ ആ പഴയ വാള് ഇന്ന് നിങ്ങളുടെ കയ്യിലില്ല. പകരം നിങ്ങളുടെ മുന്നിൽ പ്രകാശിക്കുന്ന ഒരു സൂര്യനുണ്ട്, മലയുണ്ട്. ആ മലയെ നിങ്ങൾ താണ്ടി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള ഒരു തീരത്ത് നങ്കൂരമിട്ടിരിക്കുക. അത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുക. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങിക്കഴിഞ്ഞു. ഓക്കെ, ടാരറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് അതിനെ ഹീൽ ചെയ്യാൻ സാധിക്കുക. ഇനി നിങ്ങൾ പുതിയൊരു ജീവിതത്തിലൂടെ നമുക്ക് ചൂട് വയ്ക്കാം എന്ന രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. പിന്നെ ഇപ്പൊ ഈ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ആഘാതം എന്ന് കരുതുന്നത് അത് വെറൊരു യാദൃശികമായിട്ട് സംഭവിച്ചതല്ല. അതൊരു കർമ്മപരമായിട്ടുള്ള ഒരു കടമായിരുന്നു, ഒരു കാർമിക് ഡെപ്റ്റ് എന്ന് പറയില്ലേ. മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മുൻ ജന്മങ്ങളിൽ നിങ്ങൾ കൂട്ടുപിടിച്ച ചില തെറ്റായ ബന്ധങ്ങളോ ചിന്താഗതികളോ സാഹചര്യങ്ങളോ വ്യക്തികളോ അതെല്ലാം മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം തിരഞ്ഞെടുത്തൊരു വഴിയായിരിക്കാം. കാരണം ഈ ഒരു വേദനയിലൂടെ നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പഴയ കർമ്മങ്ങളെല്ലാം ഈ ഒരു മുറിവോട് കൂടി തന്നെ അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ സഹിച്ച വേദനകൾക്ക് പ്രതിഫലമായിട്ട് പ്രപഞ്ചം നൽകുന്ന ഒരു സമ്മാനമാണ് ഈ സൺ കാർഡ്. ഓക്കെ, കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങൾ പുലർത്തിയ നന്മയും ക്ഷമയായിരിക്കാം ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫിഷായിട്ട്, ഒരു സമൃദ്ധിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നിങ്ങളുടെ കർമ്മം ഇപ്പൊ എന്താ പറയുക, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘട്ടത്തിലോട്ട് കടന്നിട്ടുണ്ടാകാം. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും സഹായവും ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ പോകുന്ന ഒരു സമയമായിരിക്കാം. പിന്നെ ഈ വംശപരമ്പരയിലുള്ള കർമ്മങ്ങൾ കാര്യങ്ങളാകാം. ഇപ്പൊ നിങ്ങൾ നേരിടുന്ന ചില തടസ്സങ്ങൾ നിങ്ങളുടെ മാത്രം കർമ്മമല്ല, മറിച്ച് നിങ്ങളുടെ ആ ഒരു കുടുംബ പരമ്പരയിലൂടെ കൈമാറി വന്ന ചില കർമ്മദോഷങ്ങളായിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു മല മുറിച്ചു കിടക്കുക എന്നത് നിങ്ങളുടെ നിയോഗമാണ്. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വരും തലമുറയ്ക്കുള്ള ഒരു വഴിയാണ് നിങ്ങൾ തെളിയിക്കുന്നത്. ആ ഒരു മല കിടക്കുന്നതോടെ നിങ്ങളുടെ കുടുംബത്തിൽ എന്താ പറയാ, ആ കർമ്മദോഷങ്ങൾ അവസാനിക്കുമെന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ആ പഴയ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരിക്കണം. കാരണം നിങ്ങളുടെ വീടിനുള്ള നിങ്ങൾ വളർത്തുന്ന സന്തോഷവും സമാധാനവും എല്ലാം വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും. ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി പുതിയ കർമ്മങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക എന്നാണ് പറയുന്നത്. അലച്ചിലുകള് പരീക്ഷണങ്ങള് അതിൻ്റെ ഒക്കെ ഒരു കർമ്മചക്രം പൂർത്തിയായി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്താ പറയുക, ഒരു ദൈവാനുഗ്രഹത്തിന്റെ തണലിലാണ് എന്ന് പറയാ. ഇനി ഒരു വീഴ്ചകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമ്മൾ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ എല്ലാം മാറും. ഓക്കെ, നമ്മൾ അവിടെ ഉറപ്പിച്ചു നിർത്തും എന്ന് പറയുന്നുണ്ട്. വിശക്കുന്ന എന്താ പറയുക മത്സ്യങ്ങൾക്കോ പക്ഷികൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്കോ ഒക്കെ ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ മാറാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. മനസ്സാ വാച കർമ്മണ നിങ്ങൾ ആരോടെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലുള്ള അവരോട് ക്ഷമ ചോദിക്കുക. അത് നിങ്ങളുടെ ഒരു ആത്മീയ ഭാരം കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, അത് വളർത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾ മാറാൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശിക്ഷയല്ല, അതൊരു പാഠമാണ്. നിങ്ങളെ മുറിപ്പെടുത്തിയ ആ ഒരു വാള് നിങ്ങളെ മോചിപ്പിക്കാൻ വന്ന ഒരു വാളാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സൂര്യപ്രകാശം നിങ്ങൾ ആ വിതച്ച നന്മയുടെ ഫലമായിട്ടാണ് കാണേണ്ടത്. സമാധാനത്തോടെ വിശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊരു കാര്യത്തിലും മുറിവുകളെ നമ്മൾ ഭയപ്പെടരുത് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടു പോയിട്ടുണ്ടാകാം.
അത് വേറെ തകർക്കാനല്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഒരു സമാധാനം വീണ്ടെടുക്കാനാണ്. പോയതിനെ പറ്റി ഓർത്ത് വിഷമിക്കാതെ എല്ലാവരും അതാണ് ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിലിരിക്കുമ്പോൾ ഈ എനർജി മാറില്ല. ഓക്കെ, ആ ഒരു ഇരുണ്ട അധ്യായം അവസാനിച്ചു, പുതിയൊരു പ്രകാശം നിങ്ങളെ തേടി വരുന്നു എന്ന രീതിയിൽ പോസിറ്റീവായിട്ടിരിക്കാം. മനസ്സിലൊരിക്കലും സങ്കടങ്ങൾ കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഒരു പുഴ പോലെ വികാരങ്ങൾ ഒഴുകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കരയണമെങ്കിൽ കരയാം, സങ്കടങ്ങൾ ആരോടെങ്കിലും പങ്കുവയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ വേറൊരാളുടെ സമയം നോക്കണം, കാര്യങ്ങൾ നോക്കണം. നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് സ്വയം നിങ്ങളോട് തന്നെ. കാരണം ഈ ദുഃഖത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളോട് തന്നെ എല്ലാം തുറന്നു പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഒരു പേപ്പറിൽ എഴുതി അത് കത്തിച്ച് കളയാം. അതോടുകൂടി തന്നെ അതെല്ലാം അവസാനിക്കണം, പിന്നെ എല്ലാം പുതിയതാണ്. ഓക്കെ, അങ്ങനെ ആ വികാരങ്ങൾ ഒഴുക്കി കളയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിനൊരു ഭാരം കുറയുള്ളൂ, ഭാരമില്ലാതെയാകുള്ളൂ. നന്നായി ഹീൽ ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശ്രമിക്കേണ്ടത്. അതിന് ക്ഷമയോടെ കാത്തിരിക്കണം. കാരണം നിങ്ങളുടെ മനസ്സ് വളരെ പെട്ടെന്ന് സുഖപ്പെടാൻ സാധ്യതയില്ല, സമയമെടുക്കും. നിങ്ങളുടെ ക്ഷമേനെ പരീക്ഷിക്കുന്നുണ്ടാകാം. പതുക്കെയാണെങ്കിലും നിങ്ങൾക്ക് ആ വിജയത്തിലൂടെ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ നിഷ്കളങ്കമായ കുട്ടി മരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. പുതിയ തുടക്കം ഇനിയും സാധ്യമാണ് എന്ന് ആഴത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ യഥാർത്ഥ വീട് നിങ്ങളുടെ മനസ്സാണ് എന്ന് പറയുമ്പോൾ പുറം ലോകത്തെ ബഹളങ്ങൾ നിങ്ങളുടെ ആ വീടിൻ്റെ മനസ്സിൻ്റെ സമാധാനം കളയാൻ വേണ്ടി അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മെഡിറ്റേഷൻ നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്, നല്ല മ്യൂസിക് കേൾക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ മനസ്സാകുന്ന ആ വീടിനെ സുരക്ഷിതവും പോസിറ്റീവുമായിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റുക എന്നാണ് കാടുകൾ പറയുന്നത്. കാരണം മലച്ചിലുകളെല്ലാം തന്നെ അവസാനിച്ചു. നിങ്ങളുടെ ജീവിതത്തിലോട്ട് അത് പ്രണയത്തിലാണെങ്കിലും ഇതേപോലെ കരിയർ ആണെങ്കിലും ആരോഗ്യപരമായ എല്ലാത്തിലെയും പുതിയൊരു പ്രതീക്ഷ വരാൻ പോകുന്നു. ചിലപ്പോൾ ആ പഴയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കിട്ടില്ലെന്ന് കരുതിയിരുന്ന പണമായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇഷ്യൂ വന്നിട്ട് അത് വളരെ പെട്ടെന്ന് സുഖപ്പെടുന്നതുമായിരിക്കാം. ഓക്കെ, ഭയപ്പെടാതിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. രാത്രി ഉറങ്ങുന്നതിനൊക്കെ മുമ്പ് കണ്ണുകളൊക്കെ അടച്ച് നമ്മളുടെ ഹൃദയത്തിന് മുകളിൽ കൈവച്ച് ഇങ്ങനെ പറയാം, കഴിഞ്ഞു പോയതൊന്നും ഇനി എന്നെ വേദനിപ്പിക്കില്ല, ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ്, ഞാൻ സമാധാനത്തിലാണ്, എനിക്ക് നല്ലൊരു ഭാവി കാത്തിരിപ്പുണ്ട് എന്ന് നിങ്ങൾ സ്വയം പറയുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഓക്കെ ആവുന്നുണ്ട് എന്ന് നോക്കാം. ഒരു ഹീലിംഗ് ആയിട്ട് നോക്കാം. നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത് ഒരുപാട് പേര് ഇത്തരം ഓരോ റിലേഷൻഷിപ്പിലാണെങ്കിലും ഓരോ ഇഷ്യൂസിൽ പെട്ട് വളരെയധികം വിഷമിച്ച് പ്രതീക്ഷകൾ മറ്റ് മലയാളം ചാനലുകളും മറ്റ് നോർത്ത് ഇന്ത്യൻ ചാനലുകളെ കൊടുക്കുന്ന പോലെ പ്രതീക്ഷ കൊടുത്ത് ഒരു ബിസിനസ് തന്ത്രമാക്കി മാറ്റി നിങ്ങൾ അത്തരം വീഡിയോസ് കാണാതിരിക്കുക. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാം. ആളുകൾ പല സ്ഥലത്തും ഇരുന്ന് പല കാർഡുകളും ഷഫിൾ ചെയ്യും. ടിൻ ഫ്ലെയിമും വരും, സോൾമേറ്റും വരും, കർമ്മയും വരും, എല്ലാം വരും. നീ അതൊന്നും നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങളുടെ റീഡിംഗ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു കാര്യം എടുത്ത് നിങ്ങളിൽ എന്താണ് മാറ്റേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എല്ലാം പോസിറ്റീവാണ്. ഓക്കെ, അങ്ങനെ പോകാൻ പറ്റും. ആദ്യം നമ്മളുടെ പ്രസന്റിലുള്ള ഈ എനർജീനെ, നെഗറ്റീവ് എനർജീസിനെ മാറ്റണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പേഴ്സണൽ റീഡിങ് നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ മാത്രം വരാം. എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആവുന്നവരാണെങ്കിൽ മാത്രം വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നെഗറ്റീവും പോസിറ്റീവും പറയും. ഞാൻ ഒരു ഗൈഡൻസ് തരാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സന്തോഷകരമായ കാര്യങ്ങളല്ല. സന്തോഷകരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും, നെഗറ്റീവ് ആണെങ്കിൽ അതും പറയും. കാരണം കാര്യങ്ങൾ അറിയണം, എന്നാലേ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് അടിക്കാനോ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. പിന്നെ ബ്രേസ്ലെറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ ഒരു വിശ്വസിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഗുണം കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു വിശ്വാസമാണ്. വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, അതുപോലെ തന്നെ കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, പ്രണയത്തിന് ആകർഷിക്കാൻ, പണത്തിന് ആകർഷിക്കാൻ, കരിയറിന് വേണ്ടിയിട്ട്, PCOD പ്രോബ്ലംസ്, അങ്ങനെ എല്ലാ തരം പ്രശ്നങ്ങൾക്കുള്ള ബ്രേസ്ലെറ്റുകളും ടെമ്പിൾ സ്റ്റോൺസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് മെൻഷൻ ചെയ്യുക. നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ പുതിയൊരു കാഴ്ചപ്പാടും പുതിയ വീഡിയോസും കാര്യങ്ങളായിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി.